അതെ, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ എൻ്റെ ആത്മസുഹൃത്ത് ഗഫൂറാണ് നമ്മളോടുകൂടെ ഇന്ന് ഉള്ളത്. മാഷൊന്ന് കുറച്ച് മുന്നോട്ട് കയറിയിരുന്നുള്ളൂ. ആ, ഓക്കെ. അസ്സാം വലൈക്കും. വലൈക്കും സ്ലാം പറഞ്ഞ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു? രാവിലെ 4:15 4:15 പുറപ്പെട്ടു. നിസ്കരിച്ചത് വഴി നിസ്കരിച്ചു. എവിടെ? മഞ്ചേരി എത്തുന്നതിന് തൊട്ട് മുന്നേ. ഓക്കെ. ഏതായാലും നിങ്ങളെ ആത്മസുഹൃത്ത് ജാഫർ കൂടെ ഉണ്ടാവും. ജാഫർക്കാ കൂടെ ഉണ്ട്. ഓക്കെ. പിന്നെ അപ്പം മാഷ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മാഷ്ക്ക് കാഴ്ച പരിമിതി ഉണ്ട്. കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്താറുണ്ട്. മാഷൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങിക്കോളൂ. പേര് അബ്ദുൽ ഗഫൂറാണ്. സ്വദേശം നരിക്കുനി കാക്കൂർ പഞ്ചായത്തിൽ, നരിക്കുനിക്കടുത്ത് കാക്കൂർ പഞ്ചായത്തിൽ കണ്ടോത്തുപാറയാണ് താമസിക്കുന്നത്. ഇപ്പം വർക്ക് ചെയ്യുന്നത് GUPS ഇരുവള്ളൂർ, അതായത് ചേളന്നൂർ പഞ്ചായത്തിലെ ഇരുവള്ളൂർ ഗവൺമെൻറ് UP സ്കൂളാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ നവാസ് ഖാനെ അന്നിവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങളെ സിസ്റ്ററോ അങ്ങനെ ആരോ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു, എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഗഫറിൻ്റെ അടുത്ത്. ഉണ്ട്. വാപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മോള്. ഓക്കെ. അതെ. അവർക്ക് നവാസ് ഖാൻ്റെ ആയിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങളെ പരാമർശിച്ചിരുന്നു. ഒരുപാട് ആളുകൾ പരിചയമുണ്ട്, പേരറിയില്ല, മനസ്സിലായി പക്ഷേ പേര് മറന്നുപോയി എന്നൊക്കെ. നിസാർ മയ്യിൽ എഴുതിയ മെസ്സേജാണ്. പരിചയമുണ്ട്, പേരറിയില്ല. ജമീൽ അസ്ലം പറപ്പൂരിൻ്റെ മെസ്സേജാണ്. ജമീല VP കാളേകാവ് ആളെ മനസ്സിലായി, പേര് ഓർമ്മയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. നൗഫൽ S ചുങ്കം പാലക്കാട്, പേര് ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ടുണ്ട് എന്നൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ നിങ്ങൾക്കുള്ള ഒരു പഠിച്ചോൻ തന്നൊരു അനുഗ്രഹത്തിൽ തന്നെ തുടങ്ങാം അല്ലേ? അതെ. എപ്പോഴാണ് ഈ അനുഗ്രഹം കിട്ടിയത്? ഈ അനുഗ്രഹം കിട്ടിയത് 15ാമത്തെ വയസ്സിൽ. അതായത് 15ാമത്തെ വയസ്സിലാണ് ഇത് കഴിച്ചതിൻ്റെ പ്രയാസം തോന്നുന്നത്. അത് SLC പരീക്ഷൻ്റെ ഒരു സമയമായപ്പം. അപ്പം മോഡൽ പരീക്ഷ സ്വന്തം എഴുതി. അടുത്തത് മെയിൻ എക്സാം വരുമ്പോഴേക്ക് സ്ക്രൈബിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ. ആ ഒരു സമയവും അന്നത്തെ ഒരു ഫീലിങ്സും അന്നത്തെ ഒരു അനുഗ്രഹമെന്ന് ഫീൽ ചെയ്തോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? ഇല്ല, ആ സമയത്ത് ശരിക്കും ഒരനുഗ്രഹമായി തോന്നുന്നൊരവസ്ഥയല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ആ ഒരു ഏജിൽ കാഴ്ചങ്ങ് കുറഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. എന്താ പറയുക, ഒരു തരം പേടിയും കൂടെ തന്നെ ഈ ഒരു പ്രയാസവും. അത് വല്ലാത്തൊരവസ്ഥയാണത്. അതിൽ തന്നെയല്ല, സമൂഹം എന്താ പറയുക, നമ്മളിപ്പം നിരന്തരമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് അവിടെ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മളെ ടീമിൽ എടുക്കൂല. അപ്പം ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ, ആ ഒരവസ്ഥ. അതെ. ഇപ്പം ഇത് ആദ്യമായി ഫീൽ ചെയ്ത് തുടങ്ങിയ ദിവസങ്ങളിൽ പാരൻസ്, അങ്ങനെ സുഹൃത്തുക്കൾ, ടീച്ചേഴ്സ്, അവിടെ നിന്ന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ പേരൻസ്, പിന്നെ ഉമ്മയിപ്പയും നല്ല സപ്പോർട്ടായിരുന്നു. അതായത് പ്രശ്നമൊന്നുമില്ല, കാണിക്കുക, കുഴപ്പമൊന്നുമില്ല, ചികിത്സ, ആ ഒരു രീതിയിലുള്ള ഒരു സമീപനം. തന്നെയല്ല, ഉമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ള വീട്ടിലെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരും വായിച്ചുതരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സാധാ ടേപ്പ് റെക്കോർഡറിൽ അവർ റെക്കോർഡ് ചെയ്ത് തരും. ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ആളം ഉമ്മ കണ്ടെത്തി തരും. അങ്ങനെ ഒരു സന്തോഷം, ആ നിലക്ക് അതിനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിൽ അത് ചെയ്തു തരും. ഉമ്മ എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? ഉമ്മക്ക് 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഉപ്പയും അതേ വിദ്യാഭ്യാസമേ ഉള്ളൂ. ഉമ്മ ഇപ്പം നിലവിൽ ഇപ്പം ഉണ്ടോ? ഉണ്ട്, നിലവിലുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ ഉമ്മാനോട് പറയണേ, അതുല്യമായ മാതൃകയാണ് ആ ഉമ്മ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്, യാതൊരു സംശയമല്ല. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം ഇങ്ങനെ പരിമിതികളുള്ള മക്കൾ ഉള്ള രക്ഷിതാക്കൾക്കൊക്കെ ഇതിൽ പാഠമുണ്ട്. ഇനി പരിമിതി ഒന്നുമില്ലാത്ത രക്ഷിതാക്കൾക്കും വൈകുന്നേരം ആകുമ്പോൾ മക്കളെടുത്ത് കുറച്ചേരി ഇരിക്കണം, കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ടൈപ്പ് റെക്കോർഡറും ഇന്നാണെങ്കിൽ ഇപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്താൽ മതി. ഒരുപാട് പരിമിതികളുള്ള ഒരു കാലത്താണ് മകന് വന്ന ഒരു പ്രശ്നത്തെ അവർ അതിജീവിക്കുന്നു, അതിൽ തളരുന്നില്ല. ഇനി ഒന്നിനും പറ്റില്ല, ഇനി ഇവനിങ്ങനെ സമൂഹം അങ്ങനെയാണ് പൊതുവെ വീട്ടിലിരുത്താണ് ചെയ്യുക. അതിനൊക്കെ പകരം
വേറെ ആളെ കൊണ്ട് വായിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യിച്ച് അത് കേൾപ്പിച്ച് പിന്നാലെ പോകുന്നു. ആ പഠന സീസൺ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ സമയത്ത് തന്നെ മറ്റുള്ള കൂട്ടുകാരെന്നുള്ളൊരു സേവനം അത് അവരും എന്ത് ചെയ്യും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു ആ സമയത്ത് കൂടെ പഠിച്ച ആളുകൾ. പിന്നെ ഇതേ സമയത്താണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ഒരവസ്ഥ. ഉപ്പ ഒരു അപൂർവ ഹൃദ്രോഗം, അതെ, കൂലിപ്പണിക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ അപൂർവ ഹൃദ്രോഗം വന്നു. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് തന്നെ വീട്ടിൽ ദാരിദ്ര്യമാണല്ലോ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. ആ സമയത്ത് കാഴ്ചപരിധി അടുത്ത പരീക്ഷണോ. പിന്നെ ആ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉമ്മ ഈ കുടുംബത്തിനെ മാനേജ് ചെയ്യണം. അപ്പം പ്രാർത്ഥന എന്താണ്? കാഴ്ച തരണേ എന്നുള്ള പ്രാർത്ഥന. അപ്പോഴാണ് അൽഹംദുലില്ലാ ഉമ്മക്ക് വീണ്ടും ഒരു കുട്ടി, ഉമ്മ ഗർഭിണിയായി. അപ്പോൾ സമയത്ത് താത്തക്ക് കുട്ടിയുണ്ട്. ഇത് താത്തൻ്റെ കല്യാണം കഴിഞ്ഞ് താത്ത കുട്ടിയുള്ള സമയത്താണ് ഉമ്മക്ക് വീണ്ടും മക്കളുണ്ടാകുന്നത്. ആ സമയത്തുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ പരീക്ഷണം ഉണ്ട്. ആ കൂട്ടത്തിൽ ആളുകൾ എന്ത് പറയും, ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്തുണ്ടല്ലോ ഒരു എന്താ പറയുക ഉൾക്കൊള്ളാനുള്ളൊരു പ്രയാസം ഉണ്ടാകുന്നൊരവസ്ഥ. പക്ഷെ അൽഹംദുലില്ലാ ശരിക്കും ആ കുട്ടി ആ സമയത്ത് എൻ്റെ ഒരു കണ്ണ് അങ്ങോട്ട് പോകുന്ന നേരം പകരം ഒരു കണ്ണ് അള്ളാഹു അവിടെ ഉണ്ടാക്കി തന്നതാണ്. മാഷാ അല്ലാഹ്. അതായത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കല്ലോ ഇനി ഭ്രൂണഹത്യ ചെയ്യണോ, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ അവസ്ഥയിലൊക്കെ സാധാരണഗതി ചിന്തിക്കുക. പക്ഷേ കുട്ടി ഒരു പ്രഗ്നൻസിക്ക് ഒരു ഗർഭധാരണത്തിനൊന്നും പറ്റിയ സമയം ആണ് എന്ന് പൊതുവെ ചിന്തിക്കൂല. മാഷ് പറഞ്ഞ ശരിയാണ്. അതെ. അപ്പോൾ ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിലേറെ വിഷയം ഗൗരവമാകുകയാണ്. ഉപ്പാക്ക് ഹൃദ്രോഗം, ഉമ്മ ഗർഭിണിയാകുന്നു, ഗഫൂറിൻ്റെ പഠനം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വലിയൊരു ദൗത്യമാണ് ശരിക്കും ആ ഉമ്മ ചെയ്തത്. ഈ ഒരു ഒറ്റ പോയിന്റിൽ അവസാനിപ്പിച്ചാൽ പോലും ശരിക്ക് വലിയ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. വീട്ടിലെ തിരക്കും പ്രശ്നമൊക്കെ പറഞ്ഞ് കുട്ടികളെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാത്തവരും കുട്ടികളെ മൈനോട്ട് പരിഗണിക്കാത്തവരൊക്കെ ആ ഉമ്മാനെ ഓർക്ക് ശരിക്കും ആ ഉമ്മക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കുക. ശരിക്കും ആ ഉമ്മ സഹിച്ചതിനും അനുഭവിച്ചതിനൊക്കെ ഉള്ളത് ഇപ്പോൾ ശരിക്കും പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഗഫൂറിനെ ശരിക്കും അറിയാം. എൻ്റെ അമ്മ പ്രസവിച്ചൊരു ബ്രദറിനെ പോലെ എനിക്കറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു ഇരുത്തി പറയല്ല, അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ പ്രാർത്ഥിക്കണം. ഗഫൂർ, ബാക്കി കാര്യങ്ങൾ തുടർന്നോളൂ. അങ്ങനെ ആ സമയത്ത് പഠനം മുന്നോട്ട് തന്നെ പോയി. ഉപ്പൻ്റെ രോഗം മൂർച്ഛിച്ചു. ഉമ്മ പ്രസവിച്ചു. കുട്ടി ഒരു പെൺകുട്ടി ഉമ്മു ഹബീബ എന്ന് പേര് വിട്ടു ഉപ്പ. അങ്ങനെ ഈ പ്രസവത്തിന് ശേഷം ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇത് ഉപ്പൻ്റെ ചികിത്സ. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യം ചികിത്സ തേടിയത്. ഒരു അപൂർവ ഹൃദ്രോഗം. അപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഇയാൾക്കതിന് ചികിത്സയില്ല, മരുന്ന് കൊടുത്ത് മുന്നോട്ട് പോകാമെന്ന്. അങ്ങനെ തുടർന്ന് ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് പോയി. ആ സമയത്താണ് കുടുംബത്തിൻ്റെ ഇതിൽ ജോലി വരുമാനമാണല്ലോ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്ക് ഒരു ക്രഷർ യൂണിറ്റ് ഉണ്ട്. അവിടെ ജോലിക്ക് മായിൻക എന്ന് പറഞ്ഞ ആളെ അടുത്ത് ജോലിക്ക് പോയി. 75 രൂപ കിട്ടുന്ന ഒരു ജോലി. അതായത് മൈൻകപ്പുണ്ടോ? മൈൻകുണ്ട്. അപ്പോൾ മൈൻകാക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് അല്ലേ? ഒരു കാഴ്ചപരിമിതനായ ഒരാളവിടെ ജോലിക്ക് എടുക്കുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി കയറി. അങ്ങനെ കൂടെ എന്ത് ചെയ്യും, നമ്മൾ ലോറിയിൽ പോവും. ലോറിയിൽ കല്ല് കയറ്റാൻ വേണ്ടി പോവും. അപ്പോൾ കൂടെയുള്ള ആളുകൾ നന്നായി സഹായിക്കും. ആ നാട്ടിലുള്ള അതായത് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെന്ത് ചെയ്യും ചേർത്ത് പിടിക്കും. പുലർച്ചയൊക്കെ എന്ത് ചെയ്യും വെച്ചാൽ കല്ല് പെറുക്കിയിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കല്ലുള്ളതിൻ്റെ അടുത്താക്കി തരും. നീ ഇവിടുന്ന് എടുത്തിട്ടോ, ഒരു കുഴപ്പമില്ല. അവരെ പങ്കാളിത്തത്തോടു കൂടി നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ പെറുക്കിയിടുന്നാൽ ചിലപ്പം തന്നെ അറിയോ ഈ കറുപ്പ് കല്ല് തന്നെ തെരഞ്ഞു കയറ്റണം. ചിലപ്പോൾ ഒരു വെള്ളാരം കല്ലോ മട്ടിക്കല്ലൊക്കെ അതിൽ വരും. പക്ഷെ എന്നാലും എന്തില്ല, ക്രിസലിൽ കൊണ്ട് ചേർക്കുന്ന എനിക്ക് പ്രത്യേക ഒരു സെഷൻ ഉണ്ടാടാ. ഇതൊക്കെ ഗഫൂറിൻ്റെ അതറിയും. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ശ്രോതാക്കളൊരു കാഴ്ചപരിമിതനായ ആളെ അങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം ഞാനിപ്പം ഗഫൂർ അതുപോലെ നമ്മളെ ഷംഷാദ് ഈ അൻവിഷൻ ടീമുമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളൊരു കാര്യം, ഇങ്ങനെ വർക്ക് ചെയ്തും ജോലി ചെയ്തും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് കാഴ്ചപരിമിതർ വേണ്ടത് എന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം അല്ലേ? അതെ.
അതെ, തീർച്ചയായിട്ടും. അല്ലാതെ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാ ദിവസവും കുറച്ച് പൈസ എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ഒരു മനസ്സ്. അപ്പം മൈൻ ഖാനെ കുറിച്ച് നിങ്ങൾ ആരും നെഗറ്റീവ് ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഗഫൂറിന് അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടും കൂടിയാണ് ഗഫൂർ അവിടെ വർക്ക് ചെയ്തത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അത്താണിയുമാണല്ലോ. അതെ. കാരണം ഇതേ സമയത്ത് ഈ കുടുംബത്തിൽ എൻ്റെ ഉമ്മ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വേറെ ഒന്നും വേണ്ട, ഇപ്പോൾ ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ പോകണം നമ്മൾ ആഗ്രഹിക്കും. നമ്മളെ മാതാവിന് എന്താ വെച്ചാൽ അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, ഈ അയൽപ്പക്കത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഉമ്മു ഹബീബ പതുക്കെ വളർന്നു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉമ്മു ഹബീബ, അതായത് ഉപ്പ ഈ അവസ്ഥയിൽ ശ്വാസം മുട്ടുണ്ടാവും. അതായത് അന്യൂറിസം എന്ന് പറഞ്ഞ ഒരു ഹൃദ്രോഗമാണ്. ആ സമയത്ത് ഉപ്പക്ക് മരുന്നെടുത്ത് കൊടുക്കാനും പിന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയും, അതായത് ഇത്രയൊക്കെ രോഗപ്രയാസം ഉണ്ടെങ്കിലും ഈ കുഞ്ഞുമോളെ കാണുന്നവരെ എന്ത് ചെയ്യും, ഉപ്പൻ്റെ മനസ്സിന് കിട്ടുന്നൊരു ജീവിക്കാൻ തോന്നുന്നൊരിതുണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് എന്താ പറയുക, ബർക്കത്താണെന്ന്. അതായത് നമ്മൾ പറയല്ലേ, ദാരിദ്ര്യത്താൽ കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ സന്തോഷിക്കണമെന്ന്. ആ സന്തോഷമൊക്കെ അവളിന് കിട്ടി. അപ്പോൾ ഇക്കാക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മെല്ലെ കുട്ടി അക്ഷരം പഠിച്ചു, എനിക്കൂടി വായിച്ചിരുന്ന രീതിയിലേക്ക് കുട്ടി മാറി. നമുക്കൂടി ഇതൊരു സഹായമായിട്ട് ഈ കുട്ടി മെല്ലെ മെല്ലെ വളർന്നു വന്നു. ഉമ്മു ഹബീബ ഉമ്മു ഹബീബ കല്യാണം കഴിഞ്ഞു. അവൾക്ക് ഒരു മോളുണ്ട്. എന്ത് പ്രായമുണ്ട് അവൾക്ക്? അവൾക്കിപ്പോൾ 20 വയസ്സ് കഴിഞ്ഞു, 21 വയസ്സ്. ചെറിയ കുട്ടിയാണ്. ഓക്കെ, മാഷാ അല്ലാ. ഉമ്മു ഹബീബിൻ്റെ കുഞ്ഞ് ആണോ പെണ്ണോ? പെൺകുട്ടി. ഓക്കെ. അപ്പം ഉമ്മു ഹബീബ ഗഫൂറിനെ ഡെവലപ്പ് ചെയ്തതിൽ പെങ്ങളും ഉണ്ടെന്ന് അർത്ഥം. അതെ. ഈ ഞാൻ പലപ്പോഴും നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പം ചില വീഡിയോസൊക്കെ കാണും. അതായത് അനിയൻ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണേ, അല്ലെങ്കിൽ ഭയങ്കര ഇത് ഷൂട്ടല്ലാത്ത സാധനങ്ങളുണ്ടാവും, ബോധപൂർവം ഷൂട്ടല്ലാത്ത സാധനങ്ങൾ. അപ്പോൾ ഞാനത് വൈഫിൻ്റെ ഫോണിലേക്ക് ഇടും. എന്തിനറിയോ? മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ. ഈ നമ്മളെ മക്കൾക്കിടയിലെ സ്നേഹവും സൗഹൃദമൊക്കെ വളർത്തുന്നിടത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വലിയ ഇതുണ്ട്. ഞാനിങ്ങനെ ഒന്ന് ഇടപെട്ട് പറയാൻ കാരണം, അപ്പം ഗഫൂറിന് കാഴ്ച പോയി, പെങ്ങൾ വളർന്നു വന്നു, പെങ്ങൾ സപ്പോർട്ട് ചെയ്താണ് ഗഫൂർ എന്ത് ചെയ്യണത്, വിദ്യാഭ്യാസം തുടരണത്. അപ്പോൾ ശരിക്കും അതിൽ വലിയ പാഠം നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ റേഡിയോയിൽ ഇങ്ങനെ ഒന്ന് കേട്ടിരുന്നു, മോനെ ഇങ്ങനെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ആവേണ്ടത്, നമ്മളെ കണ്ണൊന്നും പഠിച്ചോ കൊണ്ടുപോയിട്ടില്ല എന്നാലും എന്ന് പറയാനുള്ളൊരു മെസ്സേജ് അതിലുണ്ടെന്ന് പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഉമ്മു ഹബീബിനെ കുറിച്ച് പറഞ്ഞു, ഉപ്പാനെ കുറിച്ച് പറഞ്ഞു, ഉമ്മാനെ കുറിച്ച് പറഞ്ഞു, ചെറുപ്പത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? സ്കൂൾ കഴിഞ്ഞ് പിന്നെ TTCക്ക് പോയി. അതായത് മാനാഞ്ചിറ മെന്നൽ TTC കഴിഞ്ഞു. അതിനുശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രി BA ഹിസ്റ്ററിക്ക് പോയി. ഈ സമയത്ത് ഈ പെങ്ങളെ കുട്ടി, അതായത് നേരത്തെ ജനിച്ചിട്ടുള്ള പെങ്ങളെ കുട്ടി ഉണ്ടല്ലോ, തൻവീർ റഹ്മാൻ, അന്ന് നമ്മൾ കോഴിക്കോട് കണ്ടല്ലോ, ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ മെല്ലെ താമസം എൻ്റെ വീട്ടിലേക്ക് മാറി. അതായത് മൂത്ത ജ്യേഷ്ഠവും അളിയനും ഈ കുട്ടി എന്ത് ചെയ്തു, ഇവിടേക്ക് മാറ്റി. അതായത് ഇവിടെ ഉമ്മു ഹബീബ് അല്ലാതൊരു പെങ്ങളൂടെ ഉണ്ട്. പെങ്ങളുടെ മൂത്ത പെങ്ങള് ഞാൻ പറഞ്ഞു, ആദ്യം കുട്ടി ഉണ്ടായിന്ന് പറഞ്ഞ ആ കുട്ടീനോട് എന്ത് ചെയ്തു, നമുക്ക് വീട്ടിലേക്ക് ആയപ്പോൾ എനിക്കൊരു സഹായം കൂടിയും അധികമായി. മാഷാ അല്ലാ. അപ്പം ഗഫൂർ മാഷ അനുഭവം തികച്ചും വ്യത്യസ്തമായൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഗഫൂറിനെ എനിക്കും അറിയണ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ സ്കൂൾ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം കാഴ്ചപരിമിതനാണ്. ഞാൻ പൊതുവെ എന്നും പ്രാർത്ഥിക്കാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ കൊടുക്കട്ടെ. അപ്പം അദ്ദേഹം കാഴ്ചപരിമിതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തെ കുറച്ചൊന്ന്, അദ്ദേഹം എപ്പോഴും ഭയങ്കര വേദനയോടുകൂടി അത് പങ്കുവെക്കും. ഞാനത് പറയുമ്പോൾ ചില വ്യക്തികൾക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലാവും. സാധാരണ നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ മനസ്സിലാകാതെയാണ് പറയാം. ഞാൻ അബദ്ധത്തിൽ ആ ഒരു ആളെ സ്പോട്ട് ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉമ്മ, പ്രായം ചെന്ന ആളാണ് അവർ, അള്ളാഹു അവർക്ക് ഖൈർ കൊടുക്കട്ടെ. കുട്ടി ഉണ്ടായപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായതിൽ ഭയങ്കര വിഷമമുള്ളതുകൊണ്ട് ആ മോനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വല്ലാതെ കൊടുത്തിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ എഫേർട്ടിൽ പഠിച്ചു വന്നതാണ്. അദ്ദേഹം സ്വയം നടന്നു കയറിയ ആളാണ്. ഇപ്പോൾ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചുറ്റും അൽഹംദുലില്ലാ കുറേ കണ്ണുകളുണ്ട്. ഇതിലൊരാൾ എഴുതിയൊരു കമൻ്റ് ഉണ്ട്, ഗഫൂർ 56 കണ്ണുകളുള്ള മാഷല്ലേ എന്ന്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ടീച്ചേഴ്സ് കോൺഫറൻസിലെ ടോക്കിൽ ആ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കൊടുത്തത് ആളെ പേര് കിട്ടണില്ല, ആളെ പേര് വെച്ചപ്പോൾ 56 കണ്ണുള്ള മാഷല്ലേ. അതൊന്ന് പറഞ്ഞോളൂ, എന്താണ് സംഗതി എന്നുള്ളത്. അതായത് ഈ 56 കണ്ണുകൾക്ക് ആധാരം നമ്മൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ
ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ആശങ്ക ഉണ്ടാകാം, എന്ത് ചെയ്യും, അല്ലെ കുട്ടികൾ ഉണ്ടാക്കുന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുക. പക്ഷേ ക്ലാസ് റൂമിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ കുട്ടികളെ സ്വീകരണം അതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മളോട് കാണിക്കുന്ന നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്തു തരും. അപ്പം ഞാൻ എൻ്റെ ആടെ ഉപയോഗിച്ചത് എന്താ വെച്ചാൽ കുട്ടികളോട് പറയാണ്, മാഷ്ക്ക് 2 കണ്ണല്ലേ ഇല്ലാത്തുള്ളൂ, 56 കണ്ണുകളുണ്ടല്ലോ, അല്ലെ നിങ്ങളൊക്കെ കണ്ണുണ്ടായി, ഞാൻ ഭാഗ്യവാനല്ലേ എന്ന് ചോദിക്കുന്ന അതിനോട് കൂടി കുട്ടികളെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. അതൊരു എവിടെ അത് കിട്ടും. കാരണം ഈ കുട്ടികൾ വലുതായി വന്നാൽ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ കുട്ടികൾ വലുതായി തന്നാൽ നാളെ സമൂഹത്തിൽ നിന്നും ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഈ ഒരു സഹായത്തിന് കിട്ടും. അതായത് ഈ അന്ന് ഞങ്ങൾ ഒന്നിച്ചുള്ള ഡിസ്കഷനിലാണ് ഉപരിത് പറഞ്ഞത്. അന്ന് ഞാൻ ആ സദസ്സിനോട് പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഗഫൂർ മാഷ ക്ലാസ്സിൽ കുട്ടീനെ വിടുന്ന രക്ഷിതാവിന് വേറെ ഒരു ക്ലാസ് റൂമൊന്നും കിട്ടാത്ത ഒരു തരം ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതെന്താണ്? ഡൗൺ ടു എർത്ത്, അത്രയും താഴോട്ട് ചെന്ന് മാഷ ചെരുപ്പെടുത്ത് കൊടുക്കുന്നു, മാഷ കൈപിടിക്കുന്നു. അപ്പം നമ്മൾ പ്രായമാകുമ്പോൾ, നമ്മൾ ബെഡഡാകുമ്പോൾ, നമ്മൾ ഒരു ബെഡിലേക്ക് മാറുമ്പോൾ ആ നേരത്തും ദിവസത്തിലും നമ്മളെ കൈ പിടിക്കാനുള്ള ട്രെയിനിങ്ങാണ് ആ ചെറിയ ക്ലാസ്സിന് യഥാർത്ഥത്തിൽ കുട്ടിക്ക് കിട്ടുന്നത്. നമ്മളെ ചെരുപ്പ്, നമ്മളെ കാല് വരച്ച് പാർക്കിൻസൺസ് വന്ന് നമ്മൾ കൈകാലുകൾ ഒന്ന് നിലത്തുറപ്പിക്കാൻ കഴിയാത്ത കാലത്ത് ആ തള്ളവിരലിൻ്റെ പെരുവിരലിൻ്റെ ഇടയിലേക്ക് ആ ചെരുപ്പ് കയറ്റിത്തരുന്ന ഒരു ട്രെയിനിങ്ങാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. രക്ഷിതാക്കൾക്ക് പല സംശയം ഉണ്ടാകും. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പൊതുവേ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായ ആളുകളെ അപ്പോയിൻ്റ് ചെയ്യേണ്ട ഒരു നിർബന്ധാവസ്ഥ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സർക്കാർ എടുത്ത ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഡിസിഷൻ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതായത് പിന്നെ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തൊരാളെ നിയമിക്കാൻ പറ്റുള്ളൂ. റാങ്ക് ഹോൾഡറെ അവിടെ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, നിയമം ഈവൻ മാനേജ്മെൻറ്റ് സ്കൂൾ തൊട്ട് അല്ലേ ഗഫൂർ, മസ്റ്റാണത്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ നമ്മൾ അഭിമാനപൂർവ്വം അയാൾക്ക് വേണ്ട പിന്തുണകൾ കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. യാതൊരു സംശയമില്ല. സാന്ദർഭികമായിട്ട് അത് അനുസ്മരിപ്പിച്ചത് മാത്രം. ഏതായാലും ഗഫൂറിൻ്റെ കോളേജ് കാലം ഒന്ന് അവിടുന്ന് ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. അതെ, കോളേജിൽ പോകുന്ന സമയത്ത് ഈ വീട്ടിലെ ഈ അവസ്ഥ കുറച്ച് പ്രയാസത്തിൽ തന്നെയായിരുന്നു. അപ്പം കോളേജിൽ റെഗുലറായി പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. തൊഴിലിന് പോവും, പകല് ലോറിയിൽ പോവും. അന്ന് കുറച്ചുകൂടി കാഴ്ചയുണ്ട്. അങ്ങനെ ക്രഷറും ഈ വാഹനമൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ജോലി ചെയ്തു. ആ കൂട്ടത്തിൽ പഠനവും പൂർത്തീകരിച്ചു. അങ്ങനെയാണ് ഈ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് 2013 PSC വരുന്നത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി അല്ല പെൻഷന്. അതെ അതെ അതെ, NPS ആണ്. അതെ അതെ. അത് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം മനസ്സിലാകുന്ന ചില സ്വകാര്യ പ്രശ്നങ്ങളാണ്. സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടില്ല. അതെ അല്ല, അത് കിട്ടണ്ട. അങ്ങനെ കിട്ടണവർക്ക് കിട്ടിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞോളൂ. അത് ആ സമയം അതിൻ്റെ തൊട്ട മുന്നേ എന്തെന്ന് വെച്ചാൽ ഉപ്പക്ക് രോഗം പിന്നെ അധികമായി. അതായത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരവസ്ഥയിൽ ഇയാൾ ഇങ്ങനെ തുടരുമോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടല്ലോ. അതായത് ഒരു സർജറിക്ക് ഡോക്ടർമാർ പറയുന്നുണ്ട് നല്ല സർജറി അപകടത്തിലാണെന്നോ. അന്ന് നമ്മുടെ എന്താ പറയുക, ഒരു തീരുമാനം എടുക്കണമല്ലോ. അങ്ങനെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ നോക്കി. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ചെയ്താൽ ഇത് സക്സസ് ആവില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നരിക്ക് നമ്മളിൽ ഇടപെടുന്ന ഒരാളിനോട് പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിൽ പോയി നോക്കിയാൽ ഇങ്ങനെ ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കൂട്ടി, എൻ്റെ മൂത്താപ്പൻ്റെ മോനെ കൂട്ടി ചെന്നൈയിൽ പോയി. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് സെക്കൻഡ് ഒപ്പീനിയന് അയച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് താല്പര്യമുള്ള കേസാണ്, പേഷ്യൻറ്റിനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ചെന്നൈയിലെത്തിയ സമയത്ത് ഡോക്ടർ ബാഷി സാറ് മിയോട്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അയാൾ വളരെ താല്പര്യപൂർവ്വം, കാരണം ഞാനൊരു കാഴ്ച പരിമിതനാണോടി മനസ്സിലാക്കിയപ്പം എന്താണോ ഇനി ഇവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ഡിസിഷൻ വരെ എടുക്കുന്ന രീതിയിൽ ചെയ്തു. ആ സമയത്ത് നാടും സപ്പോർട്ട് ചെയ്തു. അന്ന് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ സർജറിക്ക് 7 ലക്ഷം രൂപ വേണം. അവിടെയാണ് നമ്മൾ ആ നാടിൻ്റെ ഒരു ഇതുള്ളത്. അതായത് എല്ലാവരും ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇപ്പൊക്കെ എന്താ പറയുക, ആ സർജറീൻ്റെ ഒരു ഘട്ടം ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിച്ചു പോവുക. ഈ തീരുമാനം എടുക്കാൻ 2 അവസ്ഥ വരുമല്ലോ. സർജറി ചെയ്യണോ ചെയ്യണ്ട. 57 വയസ്സുണ്ടെന്ന്. അന്ന് ഡോക്ടർ ഷഹദാദ്, ഞാൻ ഷഹദാദ് ഖാനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന്.
ഉപ്പൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതിന് വെയിറ്റേജ് കൊടുക്കണമെന്ന്. മാഷാ അല്ലാ. എന്ന് വെച്ചാൽ അപകട സാധ്യത സർജറി സമയത്ത് ഉണ്ട് എങ്കിലും ഉപ്പൻ്റെ തീരുമാനം എന്താണ് അതിന് വെയിറ്റേജ് കൊടുക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. ഞാൻ ഇടയ്ക്ക് ശ്രോതാക്കളോട് പറയണം, ഈ നമ്മുടെ കൂട്ടായ്മയുടെ ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടമാണിത്. അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഡോക്ടർ ഷേദാദ് എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലെ ഒരു പ്രധാന ഡോക്ടറാണ്, അവിടുത്തെ പ്രൊഫസറാണ്. നമ്മൾക്ക് വളരെ ഫ്രണ്ട്ലി ഇടപെടാവുന്ന, ആർക്കും ഒരു നോർമലി ഇടപെടാവുന്ന ആളാണ്. ആ ഒരു സപ്പോർട്ട് കിട്ടിയതിനെ കുറിച്ചാണ് ഗഫൂർ പറഞ്ഞത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെ മേജർ സർജറിൻ്റെ ആ ഘട്ടം വന്നു. അപ്പോൾ മെഡിക്കൽ കണ്ടീഷനൊക്കെ 39 കിലോ ആണ് ആളുള്ളത് ആ സമയത്ത്. അങ്ങനെ ബാഷി സാറ് പറഞ്ഞു ഇങ്ങനെ കണ്ടീഷനൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. ആടെയാണ് ശരിക്കും ഈ ശിവകുമാർ സാറ്, ഡോക്ടർ കണ്ണനാർന്നാർ ഇത് പറയാണ്, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന്. അതായത് കൃത്യമായിട്ട് തൗഹീദ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ വെച്ച് ആ ഒരു ഘട്ടം അവിടെ ഉപ്പ പോകുന്നതിൻ്റെ മുന്നേ പറഞ്ഞത്, അതായത് ഹാരിസ് മൊലീൻ്റെ CD കൊണ്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുന്നു. അതിൽ പറഞ്ഞ, അതായത് ഈ ഇബ്രാഹിം നബിക്ക് എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക, ആ സംശയം അറിയുന്ന ഘട്ടമുണ്ടല്ലോ, അതിൽ പക്ഷികളെ അറുത്ത് മലയിൽ വെച്ച് കൈയടിക്കാൻ പറഞ്ഞ ആ കാര്യം തൊട്ട മുന്നേ, സർജറിക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട മുന്നേ ഈ കഥ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ പടച്ചോന് ഇത് സുഖാക്കി തരാനൊരു പണിയില്ല. അൽഹംദുലില്ലാ. അപ്പോൾ ആ ഒരു മനോബലവും മനോധൈര്യവും ഇപ്പം ഉണ്ടായിരുന്നു എന്നർത്ഥം. അതെ, ഡോക്ടർമാർ പറഞ്ഞു മിറാക്കിൾ എന്നാണ് എന്നോട് പറഞ്ഞത് സർജറിക്ക് ശേഷം. ഇപ്പോൾ ആ രോഗം ഏതവസ്ഥയിലൂടെയാണ് ഇപ്പം നിലവിൽ പോണത്? ഇപ്പം നിലവിൽ ഒരുവിധം വലിയ പ്രയാസമാണ്, അൽഹംദുലില്ലാ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പം ഡോക്ടർ ഷെഫീഖ് മട്ടുമലാണ് നോക്കുന്നത്, മൈത്രയിലെ. അപ്പോൾ മനുഷ്യൻ വെച്ചാൽ നമ്മൾ കാഴ്ച പരിമിതനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ശരിക്കും അയാളോട് ഉപ്പനെ നോക്കുന്ന രീതിയിലാണ് നോക്കുന്നത്. കാരണം റിസൾട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ച പരിമിതി ഒരു അനുഗ്രഹമാണ് എന്നത് എപ്പോഴാണ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അതിനോടുള്ള നിങ്ങളതിനോട് വളരെ ഇഷ്ടമുള്ള പോലെ സംസാരിക്കണ പോലെയാണ് എനിക്ക് തോന്നല്. അതെ അതെ, അത് അതിലേക്ക് വരാനുള്ള കാരണം, ഈ ഉപ്പൻ്റെ ഈ രോഗം വന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപ്പനോടുള്ളൊരു ഇതുണ്ട്, സ്നേഹമുണ്ടായല്ലോ. ആ സമയത്ത് എന്തൊക്കെ തിന്മകൾ ജീവിതത്തിലുണ്ടോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യൂല റബ്ബേ എന്നുള്ള ഒരു തീരുമാനം എടുത്തു. എന്തൊക്കെ തിന്മകൾ കൊണ്ടുവരുന്നോ ആ തിന്മകളൊക്കെ ഒഴിവാക്കാനുള്ള തീരുമാനം. അതിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ റഷീദ് ഖാൻ നരിക്കുനിയുള്ള G.Tech ഒരു കോഴിക്കോട് സൗത്തിലെ യൂത്ത് ഭാരവാഹി. അതെ അതെ, ഒരു മെമ്മറി കാർഡ് റെക്കോർഡ് ചെയ്യിച്ചിട്ട് ഞാൻ ചെന്നൈയിൽ ഹോസ്പിറ്റലിലുള്ള സമയത്ത് അവിടേക്ക് കൊടുത്തയച്ചു ഒരാളെ കയ്യിൽ. അതിൽ കേട്ടെന്ന് വെച്ചാൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്നും ഒരു അപസ്മാരം നൽകുന്ന സ്ത്രീൻ്റെതും പ്രവാചകൻ പറയാം. അതാണ് ഫസ്റ്റ് ഇത് കേൾക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ പ്രസംഗത്തിൽ ഈ പരീക്ഷണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഉണ്ട്, ഇങ്ങനെ അടിച്ചടിച്ച് നോക്കും. അങ്ങനെയാണ് ഹാരിസ് കായക്കൊടി എൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു പരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള വല നെബുലുനക്കും എന്നുള്ള അതിൻ്റെ വിശദീകരണമൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ആ കുളിര് വന്നത്. സൂറത്തുൽ ബഖറ 155 എന്ന് പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ വരച്ചു വെച്ചതാ. ലൈഫിനെ അത്രയും സ്വാധീനിച്ച ഖുർആൻ വചനാണ്. അതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ആയെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് ജീവിതം. പരീക്ഷണങ്ങളായിക്കൊണ്ട് ബഷീരി സാബിരി എന്ന് പറയുന്ന മകണ്ടല്ലോ, ആ സന്തോഷ വാർത്ത നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ വന്ന് ഇരിക്കുന്നതും ആ സന്തോഷ വാർത്തൻ്റെ ഇതിലാണല്ലോ. ഒരു പ്രയാസത്തിന് മുകളിൽ അല്ല എളുപ്പം വെച്ചിരിക. അതെ, ബഷീരി സാബിരി എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലൈഫിലുടനീളം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു മൈഗ്രെയിൻ ഉണ്ടാകുമ്പോഴേക്കും പ്രയാസപ്പെടണേ, ജീവിതത്തിൽ നല്ല ജോലിയുണ്ട്, നല്ല വീടുണ്ട്, മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ചുറ്റുപാടുന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ പിന്നെ മാതാപിതാക്കളുണ്ടാവില്ല, ചിലപ്പോൾ പൈസക്ക് കുറച്ച് കുറവുണ്ടാകും, വേറെ ചിലപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഭാര്യ ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് വളരെ തളർന്ന് ഡിപ്രഷനായി അതിന് മരുന്ന് കുടിക്കണ മാനസികാവസ്ഥയുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അത്തരം ആളുകളൊക്കെ പാഠമാകാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെഷനിൽ ഗഫൂറായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭാഷണം തീർച്ചയായും തുടരുന്നത്. നമ്മൾ ഈ പ്രബോധന രംഗത്തും സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യങ്ങൾ എന്താണ്? ഈ പ്രബോധന രംഗത്ത് കാരണം എനിക്ക് കിട്ടിയ ഈ ഒരു
സമാധാനം മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അതിയായിട്ടുള്ളത്. അപ്പോൾ ഇതേ അവസ്ഥ അല്ലേ ഇനി ഏത് പരീക്ഷണമുള്ള ആളുകൾക്കാണെങ്കിലും ഈ കാര്യം പറഞ്ഞു കൊടുക്കും. അതായത് ഇതാണ് ജീവിതം, ഇത്രേ ഉള്ളൂ. കാരണം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോഴൊക്കെ പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന അതേ പോർട്ടലിൽ എന്തുണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെതുണ്ട്. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുക, ഒരു പക്ഷിൻ്റെ ഹൃദയമായിരിക്കണം. ചക്കയും മാങ്ങയില്ലാത്ത കാലത്ത് പക്ഷി വയറിറച്ച് തിരിച്ചു വരുന്നതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാൻ രാവിലെ എന്താ പറയുക, എനിക്ക് എന്താണ് കാര്യം, ആ കുളിച്ച് പുറപ്പെട്ട് അവിടെ നിന്നാൽ മതി. ആ കാര്യമൊക്കെ വൈകുന്നേരം നമ്മളേക്ക് കണ്ണുള്ളതിനെക്കാട്ടിലും നല്ല രീതിയിൽ പൂർത്തീകരിച്ചിരുന്നുണ്ട്. ഇത് ആരാ ചെയ്തിരുന്നത്? അതാണ് എൻ്റെ മാനേജ്മെൻ്റ് ആണോ, എൻ്റെ ബുദ്ധിയാണോ? അല്ല. ഞാൻ പറയുക ഗഫൂർ മാച്ച് ഭയങ്കര സംഭവം ഒരിക്കലും അല്ല. അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്തതിൻ്റെ അപ്പുറം. കെയിൻ അല്ലേ പറയാ? അതെ അതെ. കെയിനിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. ആ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം, നന്നാവും. അതെ. ഇപ്പോൾ ഈ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പരിമിതർ നടക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കിനാണ് കെയിൻ എന്ന് പറയാം. അറിയാത്ത ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, പറഞ്ഞോളൂ. അതെ, ഈ അവസ്ഥയിൽ നിന്നുണ്ട് അറിയോ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഈ പരിമിതി കൊണ്ട് വരുന്ന ഒരു ഭയപ്പാടും വരും കൂടാ. പിന്നെ അതേപോലെ ആളുകളെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം, കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലെ. ആ സമയത്താണ് ശരിക്കും ഇവിടെ ഒരു ക്യാമ്പിൽ MSS പങ്കെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടുമുട്ടുന്നത്. അത് വല്ലാതൊരു കണ്ടുമുട്ടലായിരുന്നു. അവിടെ അൽഹംദുലില്ലാ പറയണം തന്നെ പറഞ്ഞു. ആ അൽഹംദുലില്ലാ ഓരോന്നും പറയുന്നവയും ഉള്ള അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ പറയും. ആ കൂടെ ആ ജാഫർ ഷെരീഫ് ആണ് തിരിച്ച് ഫസ്റ്റ് നിങ്ങളെടുത്താക്കുന്നതും തിരിച്ച് ജാഫർക്കായാണ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. ആ ജാഫർക്കായ ഇപ്പോഴും കൂടെ ഉണ്ട്, ഈ നിമിഷം കൂടെ ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നമാണ് കഴിഞ്ഞത്. ഒരു എന്താ പറയുക, മനസ്സിലുള്ളൊരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അതവിടെ തീർന്ന്. ഇനി അങ്ങനെ കൈ ഒന്നും പ്രശ്നമല്ല. പിന്നെ അതിലും അപ്പുറം ആ വേദിയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ സമയത്ത് രണ്ട് കണ്ണീർ കൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഇതാകുക, ആ മനസ്സിന് എത്രത്തോളം അതിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ. തീർച്ചയായും ഞാനും ഗഫൂറിനെ കണ്ടുമുട്ടുന്നത് അന്നാണ് MSSൽ. അപ്പം ശരിക്കും എനിക്ക് വലിയ ബഹുമാനം തോന്നിയത് ജാഫറിനോടാണ്. കൂട്ടി വരികയാണല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ സത്യത്തിൽ സാമൂഹിക പരിസരത്ത് ഇങ്ങനത്തെ ധാരാളം ആളുകളും ആവശ്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക ദൗത്യം തന്നെയാണ്. ഒരു കാഴ്ച പരിമിതൻ അവൻ്റെ കെയിനിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ഒരു സ്റ്റാൻഡിലൂടെ, ഒരു വഴിയിലൂടെ, ഒരു ഹോസ്പിറ്റൽ പരിസരത്ത്, ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ആ കാഴ്ച പരിമിതൻ്റെ കണ്ണായി ഞാൻ മാറണം എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് ജീവിതത്തിലെ വലിയൊരു കാര്യമായിരിക്കും എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാം എന്ന് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മാഷ്, പിന്നെ ഈ കെയിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ ചോദിക്കാനുള്ള കാരണം, അന്ന് കളക്ടർ പങ്കെടുത്ത മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് ഷെയർ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ്. അതെ അതെ. അതായത് സ്മാർട്ട് വൈറ്റ് കെയിൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പങ്കാളിത്തത്തോടുകൂടി GUPS ഇരുവള്ളൂരിൻ്റെ പങ്കാളിത്തത്തോട് തന്നെ കൂടി അവിടുത്തെ PTA കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ഒരു കെയിൻ വിതരണം. അതായത് ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനി അതിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ കെയിൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്കൊരു വേദിയില്ല, ഇവിടെ കോണ്ടാക്ട്സും ഇല്ല. അപ്പോൾ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മൾ ഇത്ര ആളുകൾ, അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലയിലെ കാഴ്ച പരിമിതർക്ക് അത് മെസ്സേജ് ചെയ്തു. എന്നിട്ട് MSS ഓഡിറ്റോറിയം ഏൽപ്പിച്ച് സ്കൂളിൻ്റെ സഹകരണത്തോടു കൂടി, PTA ഒക്കെ സഹകരണത്തോടു കൂടി അവരെ വളണ്ടിയേഴ്സായിട്ട് വെച്ചു, കുട്ടികളെ വളണ്ടിയേഴ്സായിട്ട് വെച്ചു. PTA കമ്മിറ്റി ഒരു ചെയ്തെന്നു. നമ്മുടെ SSKൻ്റെ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. അതിൽ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷീർക്ക പങ്കെടുത്തു. അങ്ങനെ ഒരു നല്ല പ്രോഗ്രാമായി എല്ലാവരും എത്തി. അവർക്കൊക്കെ എന്ത് ചെയ്തു, സ്മാർട്ട് വൈറ്റ് കെയിൻ കൊടുത്തു, എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. അതെ. അപ്പോൾ സ്മാർട്ട് വൈറ്റ് കെയിൻ ഇതുപോലത്തെ കാര്യങ്ങൾ ആവശ്യമുള്ളവർ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു കുട്ടീനെ, സ്കൂളിലെ ഒരു കുട്ടീൻ്റെ, അവൻ്റെ ഈ ഇയറിംഗ് എയ്ഡ് ഉണ്ടല്ലോ, ഇയറിംഗ് എയ്ഡ് പൊട്ടിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക്, ഇയറിംഗ് എയ്ഡ്. അപ്പോൾ അത് ഇനിയിപ്പം സർക്കാർ നിന്നൊക്കെ വരണം, BRC തലത്തിൽ പോയി സർക്കാർ നിന്നൊക്കെ വന്നിട്ട് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളതൊരു ഒരു 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 ഭയങ്കര ബേസിക് നീഡാണത്, ഒരു ഭയങ്കര അടിസ്ഥാനപരമായ ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഇടയിൽ കണ്ടൊരു കാര്യം, ഈ പേസ് മേക്കർ മിസ്സായ ഒരു സുഹൃത്തിനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
പേസ് മേക്കർ കേടായതാണ്. അപ്പോൾ പക്ഷേ അത് അയാൾക്കാരോടും ഷെയർ ചെയ്യാൻ പറ്റണില്ല. വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു ഞാൻ, നമ്മുടെ സംഘടനാപരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. ഒരു താഴെ തട്ടിലുള്ളൊരു പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾ കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ സ്ഥിരം കാണുന്ന ചിലരെ കാണാതാകുമ്പോഴൊക്കെ അന്വേഷിക്കണം, നമ്മുടെ പരിമിതികളിൽ വലിയ റോളുണ്ടെന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് തീർച്ചയായും പറയാൻ കഴിയും എന്നത് ഓർപ്പിക്കണേ മാഷ്. ഇനി ശ്രോതാക്കളോട് പറയണം തോന്നുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ കാഴ്ചക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു ഇണനെ നൽകി. അതായത് ഭാര്യ പ്രധാനമാണല്ലോ. അതിന് എന്നെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു താജ് ഖാൻ്റെ പ്രസംഗത്തിലെ ഭാഗം തന്നെ. അതായത് നമ്മൾ പറയണ്ടല്ലോ, ഒരു കുറച്ച് നിറക്കുറവുള്ള കുട്ടിയും അതേപോലെ അത് ഒരു കുടിലും പുൽപ്പായിലും ദാമ്പത്യം പങ്കിടുന്നതും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ദാമ്പത്യം പങ്കിടുന്ന ഒരു മുമ്പ് പ്രസംഗിച്ച ഭാഗം ഉണ്ടല്ലോ, അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ആ സമയത്താണ് കല്യാണം അന്വേഷിക്കുന്ന ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ ചെറിയൊരു നിറത്തിൻ്റെ ഇതുള്ള ഒരു കുട്ടീൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പറഞ്ഞ്, നമ്മളെ പ്രസ്ഥാനവും ഇതൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ദീനുള്ള കുട്ടിയാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്നാൽ പോയി കാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് കുറച്ച് കാഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടും, തയ്യാറാണോ? വേറൊന്നും ഒരു പ്രശ്നമില്ല, അൽഹംദുലില്ലാ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു എണനെ കൊണ്ട് അള്ള ബലപ്പെടുത്തി. ഇതേടെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ രോഗിയെ കിടക്കുന്ന സമയത്ത്, അതായത് നമുക്ക് ഉപ്പൻ്റെ യൂറി ബാഗിൽ നിന്ന് മൂത്രം എടുത്ത് ഞാൻ എടുത്ത് വയ്ക്കുന്ന നമുക്ക് കോടികളുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടില്ല. അത്ര തൃപ്തിയോട് നോക്കുന്നതാണ്. സംശയമല്ല. അതായത് ഇതിൽ ഓരോന്നിലും നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ഗഫൂർ മാഷ് കാഴ്ചക്ക് വേണ്ടി ചോദിച്ചൊരു കാലമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം ഇപ്പം ചോദിക്കലില്ല ഞാൻ മനസ്സിലാക്കണേ. അതെ, ഇപ്പം കണ്ണുകൾ അധികമായല്ലോ. അപ്പോൾ അതായത് അള്ളാഹ് ഉത്തരം ചെയ്യാൻ 3 രീതിയിലാണ്. ഒന്ന്, പഠിച്ചവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം നൽകും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാഴ്ച അങ്ങോട്ട് ഓപ്പണായി വരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാനൊരു അറബ് സുഹൃത്തിൻ്റെ FB പോസ്റ്റ് വായിച്ചിട്ടുണ്ട്. ഭർത്താവും ഭാര്യയും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഗർഭിണിയായ ഭാര്യ, അവർ രണ്ടാളും ആക്സിഡൻറ്റിൽ പെട്ടു. അങ്ങനെ അദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോയി. ഗഫൂർ മാഷ് അദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോയി. കോമ സ്റ്റേജിലെത്തി അദ്ദേഹം കിടന്നു. അപ്പോൾ ഈ കുട്ടി പക്ഷേ പ്രസവിച്ചു, കുഞ്ഞ് വളരുമ്പോഴൊക്കെ കുഞ്ഞ് ഒരാളോട് അങ്ങനെ കിടക്കുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കൂല. പക്ഷേ പതിയെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, ഇതാരാണുമ്മ, ഇതാരാണ്? അപ്പം പറഞ്ഞു അത് നിൻ്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞു. ക്രമേണ ആ കുട്ടി വളർന്നു വന്നപ്പോൾ ബാക്കിയുള്ളവരുടെ ഉപ്പമാരൊക്കെ അവർ ഇടപെടണതും ഒക്കെ, എന്താ എൻ്റെ ഉപ്പ എണീക്കാത്ത ഉമ്മ? അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കും, നീ പ്രാർത്ഥിക്ക് നല്ലോണം. അപ്പോൾ ഒരു ദിവസം ഉപ്പ ഉണരും. ഈ സ്ത്രീ എന്ത് ചെയ്യും, ശരിക്കും പരിപാലിക്കും ഇദ്ദേഹത്തെ. അങ്ങനെ അവൾക്ക് 16 വയസ്സുള്ളൊരു രാത്രി അവളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മൂപ്പര് എണീറ്റിരുന്നു. ഈ മനുഷ്യൻ എണീറ്റിരുന്നിട്ട് ഇയാൾ ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയണത്, നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട്. അവരിതൊക്കെ ഓർക്കണം, ശരിക്കും ഓർക്കണം, യാതൊരു സംശയമില്ല. അപ്പം ചിലപ്പോൾ അത് തന്നെ കിട്ടും, ചിലപ്പോൾ അത് കിട്ടൂല, ചോദിച്ചത് കിട്ടൂല. അപ്പം അവന് പകരം വേർന്നു കൊടുക്കും. അതിൻ്റെ തെളിവാണ് ശരിക്ക് അപ്പോൾ ഗഫൂർ മാഷ്ക്ക് കിട്ടിയ കാര്യം. അദ്ദേഹത്തിന് നല്ലൊരു ഇണയെ കിട്ടി. ഞാൻ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരെ പറ്റി വളരെ കൂടുതൽ പറയാറുണ്ട്. അവരുടെ പേരെന്തായിരുന്നു? നിയമ ആയിഷ. നിയമ തന്നെയാണ് സംഭവം. മാഷാ അല്ലാഹ്. നിയമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. ആ വാപ്പ പേരിട്ടപ്പോൾ പോലും അതിൽ അങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ, അല്ലേ ഗഫൂർ മാഷ്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ അതിൽ ലോകത്തിന് തന്നെയുള്ള ചില മെസ്സേജുകൾ അങ്ങനെ കാണലുണ്ട്. അത് ഒന്ന്, ഈ നിറം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം. അപ്പോൾ ആ ഒരു ഉണ്ടല്ലോ, നമ്മൾ വിവാഹം തിരഞ്ഞെടുക്കുന്ന സമയത്ത് വരെ 1 സെൻറ്റിമീറ്റർ കുറവ് അല്ലെങ്കിൽ ഇന്നടുത്ത് പുള്ളിയുണ്ട് അല്ലെ, അങ്ങനെ പറയുന്നൊരു സമൂഹത്തിനോടാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ആസ്വാദനം എന്ന് വെച്ചാൽ മവദ്ദത്തും റഹ്മത്തും അള്ള തരണമെങ്കിൽ ഇങ്ങനത്തെ, അതായത് വഫിർലി ദാത്തി ദീ എന്ന് പറഞ്ഞ അതിന് നമ്മൾ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളത് ഇണനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്. അതെ, ഞാനൊന്ന് ആഡ് ചെയ്ത് പറയാം. ഫൽഫർ ബി ദാത്തി ദീൻ എന്ന ഹദീസാണ് ഗഫൂർ കോട്ട് ചെയ്തത്. നീ നിൻ്റെ ദീനിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് എടുത്തോ. അതായത് ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവളുടെ വർണ്ണഭംഗിയിലോ അല്ലെങ്കിൽ സാമ്പത്തികത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യത്തിലോ ജോലിയിലോ ഒന്നുമല്ല.
അതൊക്കെ പരിഗണിക്കണം. അതിന് അതൊക്കെ ആകാം, അത് നമുക്ക് മനസ്സിന് സംതൃപ്തി വരുന്ന രീതിയിലാകാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദീനിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ആസ്വാദനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഗഫൂർ തുടർന്നുള്ളൂ. അപ്പോൾ അതേപോലെ 2 കുട്ടികൾ അതിലുണ്ടായി, അഹിയാൻ ഇബിൻ ഗഫൂറും അമ്മാർ ഇബിൻ ഗഫൂറും. അതെ, അത് നമ്മൾ ചോദിച്ചില്ല. അതെ, രാവിലെ പുറത്തേക്ക് എറിയുന്നത് ഇത് ചെരുപ്പാന്ന് ഇറങ്ങാൻ രാവിലെ കൊണ്ടുതരും. ഇത് ഈ 1.5 വയസ്സ് തൊട്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടെ പോകുന്നവരും ഓരോ കൊണ്ടുപോകും, കൈ അങ്ങനെ ഒരു അഭിമാനത്തോടു കൂടി. അതായത് ഇതിൻ്റെ ഉപ്പയാണ്, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, സഹായിക്കണം എന്നുള്ള നിലക്ക്. ഇപ്പോൾ ഒരാൾ റോഡിൽ ഇറക്കുമ്പോഴേക്ക് ചെറിയ ആൾ ഓടി വരും, കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ആ മക്കൾക്ക് ആ മനസ്സ് നിലനിർത്തി തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന എന്തൊക്കെ ഉണ്ടല്ലോ. അതെ, ഇതിൽ നമുക്ക് പ്രബോധന രംഗത്തെ ഇടപെടലുകൾ കൂടി പറയാം. വിഷനും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇടപെടലുകൾ കൂടി ഒന്ന് ആഡ് ചെയ്തോളൂ. അതെ, ഈ പ്രബോധന രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പരിമിതിയുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. കാരണം മനസ്സിൽ വിങ്ങിയാണ് അവർ കഴിയുന്നത്. അതായത് ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഓർമ്മയിലല്ലാണ്ട് ഈ പരീക്ഷണത്തിൽ ഒരു സമാധാനം കിട്ടില്ല. അത് ഒന്നിനും നൽകാൻ കഴിയാത്തൊരു സമാധാനം ഇതിന് നൽകാൻ കഴിയുമെന്നുള്ള കാര്യം എത്തിച്ച് കൊടുക്കലുണ്ട്. ഓരോരോ പ്രതിസന്ധിയുള്ള മനുഷ്യർക്കും അവരെ ചേർത്ത് പിടിച്ച് അത് പറഞ്ഞു കൊടുക്കലുണ്ട്. അതേപോലെ നമ്മുടെ എൻവിഷൻ സംഗമങ്ങൾ, അത് നമ്മളിപ്പോൾ നിലവിൽ 6 പേരാണുള്ളത് എൻവിഷൻ ആയിട്ടുള്ള കമ്മിറ്റി. എന്നാലും അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് പല ഭാഗങ്ങളും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ 21 ശനിയാഴ്ച പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ വെച്ചിട്ട് കൊപ്പത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഷാനിദ് ഇവിടെ സംസാരിക്കാൻ കഴിയാതിരുന്നു ഏതാണ് സത്യത്തിൽ. കണ്ണു നിറഞ്ഞ് വർത്താനം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാതിരുന്നത്. ഷാനിദ് ഒരു കമൻറ്റ് ചെയ്തോളൂ ഗഫൂർ മാഷോട്. അതെ, തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റുകളിലും നമുക്ക് ആ ഒരു ഫീലിംഗ് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ആ സങ്കടങ്ങളും പിന്നെ പരീക്ഷണത്തിൻ്റെ ഒരവസ്ഥയൊക്കെ ഒരുപക്ഷെ നമ്മളെ ജീവിതത്തിലായിരുന്നെങ്കിൽ നമുക്കാർക്കും സംഭവിക്കാം. അദ്ദേഹം നേരിട്ട് മനോധൈര്യം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ആ വിശ്വാസത്തിൻ്റെ ആ ധൈര്യം, കുടുംബത്തിലുണ്ടായ പരീക്ഷണം തീർച്ചയായും വലിയ പരീക്ഷണം തന്നെയാണ്. പക്ഷേ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹു അത് ഓവർകം ചെയ്യാനുള്ള ആ ഒരു യൂസർ അതിൻ്റെ കൂടെയൊക്കെ നൽകി എന്നുള്ളൊരു വളരെ സന്തോഷമുള്ളൊരു വാക്കാണ്. അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്നും. ഇതിൽ കുറുക്കു വഴികളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ്. പൊതുവെ ഇഷ്യൂ വരുമ്പോൾ വേഗം ഏലസും ഐക്കല്ലും ഉറുക്കും ജാറവും അത് പഠിച്ചവനോട് തന്നെ പറഞ്ഞാൽ പഠിച്ചവനൊക്കെ തരുന്നുള്ളതിൻ്റെ നല്ലൊരു അല്ലേ മാഷെ, ഒരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, അതായത് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മളെ തൊട്ടടുത്താണെന്ത് സിഎം ജാറുള്ളത്. അതിൻ്റെ ഉപ്പൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് എന്ത്, നിങ്ങൾ ഇന്നെ ചെയ്തു നോക്കി എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ആ തൗഹീദിൻ്റെ അതുള്ളത്. അൽഹംദുലില്ലാ, ഈ വെളിച്ചം നഷ്ടപ്പെട്ടാലും അവിടേക്ക് പോകുന്ന ഒരാളാക്കിയില്ലായിരുന്നു. ഹൃദയത്തിൻ്റെ വെളിച്ചം അള്ളാഹു എടുത്താലിനുള്ള സമാധാനം. അതെ, അത് നമ്മളെ ശ്രോതാക്കളിൽ പലരും ഉണ്ട്, ഇങ്ങനത്തെ നിലപാടുകൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അതിനെ എതിർക്കണ്ടെന്ന് പറയുന്നവരുണ്ട്, പലരും ഉണ്ട്. ഇതൊരു പീസ് റേഡിയോ, ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റും, അള്ളാഹുവിന് നമ്മളോടുള്ള അത്ര സ്നേഹം വേറെ ആരോടും ഇല്ല. ഐഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കണേ, അവർ സന്തോഷം പങ്കിടുന്ന ഒരു ദിവസം തോളിൽ ഒരു കുഞ്ഞിനെയും അങ്ങനെ കിടത്തിയിട്ട് ഒരു സ്ത്രീ വരുന്ന ഒരു രംഗമുണ്ട്. അവർ വന്നപ്പം തന്നെ മനസ്സിലായി വിഷപ്പാണെന്ന്. അപ്പം ഉള്ളിൽ പോയി മൊത്തം തപ്പിയിട്ടും മദീനയുടെ ജസീറത്തുൽ അറബിൻ്റെ രാജാവിന്, അവിടുത്തെ മഹാപ്രവാചകന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊടുക്കാനില്ല. അവസാനം ഒരു കഷ്ണം കാരക്കെടുത്ത് ഈ സ്ത്രീൻ്റെ കൈ കൊടുക്കുമ്പോൾ അവർ പിന്നെ ദയനീയമായി ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കാരക്ക ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ചെടുത്ത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി ആ പട്ടിണിയുടെ ആഴം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഐഷ, ഈ സ്ത്രീ ഈ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിൻ്റെ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പം ആയിഷ ബീവി കൊടുക്കുന്ന ഉത്തരവ്, ഒരു ഉമ്മയും അങ്ങനെ ചെയ്യൂല നബി എന്നാണ്. എങ്കിൽ ആ ഉമ്മനേക്കാളും സ്നേഹം അള്ളാഹുവിന് നമ്മളോടുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഫീൽ ചെയ്തെന്നുള്ളതാണ് ഗഫൂർ ഇത്ര സ്റ്റേണായിട്ട് ഇവിടെ ഇരിക്കണതും എവിടെ ഉണ്ടെങ്കിലും അവിടെ. ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്കൊന്ന് സൂമിലാക്കിയാലോ എന്ന് വെച്ച് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വരാനുള്ള റിസ്ക്. അപ്പോൾ
ജാഫറും വരണമെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അൽഹംദുലില്ലാ ഇവിടെ എത്തിയത്. ഏതായാലും ഈ സെഷനെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് ക്ലോസിങ് സെഷനിലേക്ക് പോകണം. 1-2 എപ്പിസോഡ് നമ്മൾ കട്ട് ചെയ്ത് ആണ് പോയിട്ടുള്ളത്. ഇനി അനിവാര്യമായി എടുക്കേണ്ട ഭാഗങ്ങൾ ഫർമാഷ് ഒന്ന് ക്ലോസ് ചെയ്തോളൂ കാര്യങ്ങൾ. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എൻ്റെ മനസ്സിലുണ്ട്. അതിൽ പ്രധാനം എൻ്റെ നാട്ടുകാരാ. അതായത് ഒരു പൊതുസമൂഹം എങ്ങനെ ചേർത്ത് പിടിക്കുന്നുള്ളത്. കാരണം നമ്മൾ മുജാഹിദ് പ്രസ്ഥാനമാണ്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്ന് ആ സമൂഹത്തിലെ ഈ ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കൾ ചേർത്ത് പിടിക്കുന്നത് ജമാഅത്തിൻ്റെ സമയാനേരം പള്ളി കൊണ്ട് ചാക്കിയിട്ട് ഉള്ളെടുക്കുന്ന സ്ഥലത്തേക്ക് ആക്കി തരും. അപ്പോൾ അങ്ങനെ ഒരു മണ്ണ് ഈ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ലോകം അറിയണം. കാരണം അത്രയ്ക്ക് നല്ല പെരുമാറ്റം, എന്നാലോ ഒരു ലയനം ഒന്നുമില്ല. നമുക്ക് പറ്റാത്ത ഒരു പ്രോഗ്രാം വെച്ചാൽ പറയും, മോനെ എന്നിങ്ങോട്ട് വരണ്ട കേട്ടോ. അടിപൊളി ലയനല്ല. എന്നാലോ നമുക്കൊരു കട്ടൻ ചായ കുടിക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ നിസ്കരിക്കുന്ന പള്ളിന്റെ തൊട്ടപ്പുറത്ത് എല്ലാ ഭവനത്തിലും ഉണ്ട്. അങ്ങനെയുള്ള ചേർത്ത് ലയനം എന്ന് പറഞ്ഞാൽ അല്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതത്തിലെ ആചാരങ്ങളെ പരസ്പരം ഷെയർ ചെയ്യലാണെന്ന് ആൾക്കാർ ധരിച്ചു പോകലുണ്ട്. ഇപ്പം ഒരാൾ ഒരു അയ്യപ്പ ഭക്തൻ, അയാൾ മാല ധരിച്ചാൽ അയാൾ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. നമ്മളതൊരു പ്രശ്ന സങ്കീർണവൽക്കരിക്കലില്ല. അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. അടുത്ത ദിവസം അതൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം നമ്മളെ വീട്ടിൽ വരും എന്ന് പറഞ്ഞ പോലെ അവർക്ക് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ ആ ക്രിസ്മസിൻ്റെ കേക്ക് മുറിച്ചാലേ മതസൗഹാർദ്ദമാകുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവരോടാണ് നമ്മുടെ വിയോജിപ്പ്. നേരെ തിരിച്ച് അവർക്കൊരു മാനുഷിക പ്രശ്നം വരുമ്പോൾ, അവർക്കൊരു വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ അത് 100% അതിൻ്റെ ഭാഗമാവും. നമ്മൾ എല്ലാവരും അതിൻ്റെ ഭാഗമാവും. അത് മതം നിർബന്ധിക്കുന്ന കാര്യമാണ്. അത് അവഗണിക്കുന്നവൻ അവൻ്റെ വിശ്വാസത്തിൽ അപൂർണത ഉണ്ട് എന്നാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. പട്ടിണിയുടെ കാര്യം, സാമൂഹിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങളൊക്കെ അതാണ് ഫർമാഷ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഞാനിങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഇനിയിപ്പം ഇവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടെന്ന് ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് പലർക്കും ഒരു വലിയ പാടാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളത്. കാരണം ഇന്ന് ഇതിനു വേണ്ടി നിയ്യത്ത് ചെയ്തത്, കാരണം ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. ഈ ദീനിലേക്ക് പൂർണ്ണമായിട്ട് വന്നാൽ കിട്ടുന്ന ഒരു ആസ്വാദനം എന്നുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒന്നാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ മനസ്സിൽ കൊത്തി വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്ക്.